വ്യാജവാർത്തകൾ പതിവാക്കി സുന്നി വിഭാഗത്തെ കരിവാരിത്തേക്കാനുള്ള ചേളാരി പത്രമായ സുപ്രഭാതത്തിന്റെ മറ്റൊരു കള്ളത്തരവും പിടികൂടുന്നു. കർണാടകയിൽ ആർഎസ്എസിനെ കൂട്ടുപിടിച്ച് സമസ്ത മദ്രസകൾക്കെതിരെ കാന്തപുരം വിഭാഗം എന്നായിരുന്നു തലക്കെട്ട്. ദേശവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് ആർഎസ്എസുകാരനായ വക്കീലിനെ നിർത്തി വാദിച്ചു എന്നായിരുന്നു ചേളാരി പത്രം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കേസ് വാദിച്ച വക്കീലിൽ നിന്നും റിട്ട് അപ്പീൽ കോപ്പികൾ കെഎംഐസി ന്യൂസിന് ലഭിച്ചു. എന്താണ് വാദിച്ചതെന്ന് റിട്ട് അപ്പീൽ കോപ്പികളിൽ വ്യക്തമാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ കർണാടക വഖഫ് ബോർഡ് ഡയറക്ടറും കർണാടക എസ്എസ്എഫ് പ്രസിഡന്റുമായ ഷാഫി സൈദി കെഎംഐസി ന്യൂസിനോടൊപ്പം ചേരുന്നു. റിട്ട് അപ്പീൽ കോപ്പികൾ ദൃശ്യത്തിൽ കാണാം. ഷാഫി സൈദിക്ക് കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. ആർഎസ്എസിനെ കൂട്ടുപിടിച്ച് മദ്രസകൾക്കെതിരെ കാന്തപുരം വിഭാഗം എന്നാണ് ചേളാരി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിന്റെ പിന്നിലെ സത്യങ്ങൾ? അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫി സൈദി ബാംഗ്ലൂരാണ്. കർണാടക എസ്എസ്എഫ് പ്രസിഡന്റും കർണാടക വഖഫ് ബോർഡ് ഡയറക്ടറാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതിനിടെ ഒരു മലയാളത്തിലെ ഒരു പേപ്പർ കട്ടിംഗ് കണ്ടു. അത് അന്വേഷിച്ചപ്പോൾ അത് എസ്കെക്കാരതാണെന്ന് മനസ്സിലായി. ആർഎസ്എസിനെ കൂട്ടുപിടിച്ച് സമസ്ത മദ്രസകൾക്കെതിരെ കാന്തപുരം വിഭാഗം എന്നുള്ള ഒരു തലക്കെട്ടിലുള്ള ഒരു വാർത്തയാണ് ഇത്. പിന്നെ എസ്കെക്കാരെ പത്രമാകുമ്പോൾ പിന്നെ അത് കളവുകളെയല്ലേ ഉണ്ടാവും. അതിൽ ആ ഉസ്താദിനെ എത്രയൊക്കെ താത്തി പറയാൻ കഴിയോ അതൊക്കെ അവർ ചെയ്യും. അതവരുടെ പ്രവർത്തനം കൂടിയാണല്ലോ. അവരാ പ്രവർത്തനം കൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്രയും വളർന്നതും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ്. കാരണം ഇവിടെയും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ കാന്തപുരം വിഭാഗം ആർഎസ്എസ് വക്കീലിനെ വെച്ചു സമസ്ത ചേളാരി മദ്രസകളിൽ തീവ്രവാദം അതേപോലെ ദേശദ്രോഹം പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങളെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ് വലിയ ആരോപണം. അതൊക്കെ അവർ ഇപ്പോൾ എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ പതിവ് ശൈലിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുന്നി പ്രവർത്തകർ അറിയാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ഇവിടെ വളരെ വ്യക്തമായി നിങ്ങളോട് അറിയിക്കുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിൽ മംഗലാപുരം അടുത്തുള്ള ബോളിയാറ്, പഡ്ഡന്തಡ್ಕ, ഗുണ്ടുക്കൽ, ബീട്ടികെ, കനക്കമജൽ ഈ 5 മദ്രസകളും ഒരുപാട് വർഷങ്ങളായി ഈ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. 3 വർഷം മുമ്പ് ഈ 5 മദ്രസകളിൽ ചേളാരി വിഭാഗത്തിന്റെ പാഠ്യപുസ്തകം അവിടെ അവര് കൊണ്ടുവന്നു. അങ്ങനെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പോലീസ് സ്റ്റേഷനും കോടതിയും അതേപോലെ തന്നെ വഖഫ് ബോർഡ് ഇങ്ങനെ ഒരുപാട് ഈ 3 വർഷത്തിൽ ഇരു വിഭാഗവും ഒരുപാട് പൈസകളും അതേപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട്. ഇതിന് അതൊരു ഓരോ മഹല്ലത്തിന്റെ പ്രശ്നമാണ്. അത് എ പി ഉസ്താദ് പോട്ടെ, കർണാടകയുടെ സംഘടനാ നേതാക്കൾ പോലും അറിയില്ല ഈ കോടതിയിൽ ആരാ വാദിക്കുന്നത്, ആരാ ജഡ്ജി, ആരാ വക്കീൽ, ഒന്നും ഞങ്ങൾ അറിയില്ല. പിന്നെ വഖഫ് ബോർഡിന്റെ മെമ്പർ എന്ന നിലക്ക് നമ്മുടെ വിഭാഗത്തിനെതിരെയുള്ള അനീതിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കാറുമുണ്ട്. അതോടുകൂടെ ഒരു വിഭാഗത്തിനെയും നോയിപ്പിക്കുന്ന അല്ലെങ്കിൽ അനീതി പോലത്തെ ഒരു പ്രവർത്തനവും ഞാൻ ഇതുവരെ ഈ 4 വർഷത്തിന് ഞാനും ചെയ്തിട്ടില്ല, വഖഫ് ബോർഡും ചെയ്തിട്ടില്ല. പിന്നെ അതോടുകൂടെ ഈ വക്കീൽ ആരാ നിയമിക്കുന്നത് അതാത് മഹല്ലത്തുകാരാണ്. അത് ആർഎസ്എസ്കാരനാണോ ബിജെപി ആണോ കോൺഗ്രസ് ആണോ ഞങ്ങളൊന്നും അറിയൂല. പക്ഷെ ഇത് എല്ലായിടത്തും കുപ്രചരണം നടത്തിയപ്പോൾ ഞങ്ങൾ സംഘടനാ നേതാക്കൾ എന്ന രൂപത്തിൽ ഈ ഗുണ്ടുക്കൽ മൂടബിദ്രയിലെ ഒരു മുഹമ്മദ് ഇക്ബാലും മയ്യദ്ദി എന്ന് പറയുന്ന 2 ആളുകളാണ് ഈ ഹൈക്കോടതിയിൽ റിട്ട് അപ്പീൽ ചെയ്തിട്ടുള്ളത്. വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ 5 മദ്രസ എ പി വിഭാഗത്തിന്റെ മദ്രസയാണ് എന്ന് 2011 10/10/2011 കർണാടക ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ കടലോര പ്രദേശങ്ങൾ അതായത് മംഗലാപുരം ഭാഗത്ത് ഇങ്ങനെ 2 ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ പ്രവർത്തിക്കുന്നത് കാരണത്താൽ അവിടെ ചില മഹല്ലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് മദ്രസയാണോ ഇപ്പോൾ ഉള്ളത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഏത്
മദ്രസയാണ് ഉള്ളത്, അത് മുന്നോട്ട് പോകണം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ചേളാരി വിഭാഗക്കാർ മാറ്റാനും പാടില്ല, ചേളാരി വിഭാഗക്കാരെ സുന്നി വിദ്യാഭ്യാസ ബോർഡിലേക്കും മാറ്റാൻ പാടില്ല എന്നുള്ള ഒരു ന്യായമായ ഒരു തീരുമാനം അന്നത്തെ ഗവൺമെന്റ് ഒരു സർക്കുലർ തന്നെ അയച്ചു. ആ സർക്കുലറിന്റെ ഉപോത്ബലകമായി കർണാടക വഖഫ് ബോർഡ് ഒരു സർക്കുലർ അയച്ചു. അതേപോലെ തന്നെ മംഗലാപുരത്തെ DC വളരെ വ്യക്തമായി പറഞ്ഞു, അവിടെ 5 സ്ഥലങ്ങളിലും അത് AP വിഭാഗത്തിന്റെ പുസ്തകമാണ് ഉണ്ടായിരുന്നത് എന്ന് അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരെഴുതിക്കൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ചേളാരി വിഭാഗം പല കോടതിയിലും പോയി എത്രയൊക്കെ അവർക്ക് കുതന്ത്രങ്ങൾ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം ഇപ്പോ കോടതിയിൽ ഇവർക്കെതിരെ ന്യായം വന്നപ്പോൾ ഹൈക്കോടതി നേരത്തെ തന്നെ നമ്മളെ ഭാഗത്ത് തന്നെ ആയിരുന്നു, AP വിഭാഗത്തിന്റെ സിലബസിന് തന്നെ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെ അവർ റിട്ട് അപ്പീലിന് പോയിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ അവസാനായിട്ട് അവർക്കെതിരെ കോടതി വിധി വരൂ എന്നുള്ള ഇത് മനത്തറിഞ്ഞപ്പോൾ അവരുണ്ടാക്കിയ ഒരു കുപ്രചരണാണ് AP വിഭാഗത്തിലെ ആ ഗുണ്ടുക്കൽ എന്ന് പറയുന്ന മൂടബിദ്രയിലെ ഗുണ്ടുക്കൽ 60 വീടുകളേ ഉള്ളൂ. അവിടെ 30 വീടുകൾ ചേളാരി വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും 30 വീടുകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ് വേണമെന്ന് അവിടെ ഉണ്ടായിരുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളെ പാഠപുസ്തകം പഠിപ്പിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ റിട്ട് അപ്പീലിന് പോയി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും വഖഫ് ബോർഡും അതേപോലെ തന്നെ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിട്ടും DC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ മംഗലാപുരത്തെ അയാൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ ഞങ്ങൾക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് തരണം. അതായത് ഓൾ ഇന്ത്യ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആ സിലബസ് തന്നെ അവിടെ നടപ്പിൽ വരുത്താനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് നമ്മുടെ വിഭാഗക്കാരുടെ വക്കീലായ H. പവൻ ചന്ദ്ര ഷെട്ടി, അഡ്വക്കേറ്റ്, ഹൈക്കോർട്ട് ഓഫ് കർണാടക. അപ്പോൾ ഇയാളായിരുന്നു വാദിച്ചത്. അവർ ചേളാരി വിഭാഗത്തിലെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ ഞങ്ങൾ ആ മഹല്ലത്തുകാരെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ന്യായമായി കിട്ടേണ്ട നമ്മുടെ സിലബസ് നമുക്ക് പഠിപ്പിച്ചു തരണം, ഉണ്ടാക്കി തരണം. നമ്മുടെ കുട്ടികൾ മദ്രസയില്ലാതെ വിദ്യാഭ്യാസം ഇല്ലാതെ ചേളാരി മദ്രസയിൽ ഞങ്ങൾ പഠിക്കൂല, ഞങ്ങൾ പഠിക്കുകയാണെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിലെ പഠിക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ ആ വിഷയങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ആ റിട്ട് അപ്പീലിലോ അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വാദിച്ചിട്ടോ ചേളാരി വിഭാഗക്കാരെ ദേശദ്രോഹികളാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദം പഠിപ്പിക്കുന്നെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തന്നെ ഇതുവരെ H. പവൻ ചന്ദ്ര ഷെട്ടിനെ നേരിൽ കണ്ടു. ഞാനും അതേപോലെ തന്നെ ഞങ്ങൾ SSFന്റെ മുഖപത്രമായ ഇഷാറയുടെ എഡിറ്റർ അബ്ദുൽ ഹമീദ് ബജ്പെ ഞങ്ങൾ ഹൈക്കോടതിയിൽ തന്നെ പോയി അയാളെ കണ്ടു. പവൻ ചന്ദ്ര ഷെട്ടിയോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മദ്രസയുടെ വിഷയം വേറെയാണ്, പക്ഷെ നിങ്ങൾ ചേളാരി മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നെന്നോ അല്ലെങ്കിൽ ദേശദ്രോഹം പഠിപ്പിക്കുന്നെന്നോ നിങ്ങൾ വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് റിട്ട് അപ്പീലിന്റെ കോപ്പി എടുത്തു തന്നു. ഇതിലെവിടെയെങ്കിലും ഞാൻ ദേശദ്രോഹം പഠിപ്പിക്കുന്നെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കന്നഡയും അതേപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഷകളിൽ പഠിപ്പിക്കുന്ന വളരെ സയന്റിഫിക്കായ ശാസ്ത്രീയമായ സൈക്കോളജിക്കലായ ഒരു പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ വാദിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ റിട്ട് അപ്പീലിന്റെ കോപ്പി 4-5 പേജുകൾ എനിക്ക് തന്നു. ഞാൻ അതിന്റെ ആ പേജുകളും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. അതേപോലെ തന്നെ ഈ ചർച്ചകളടക്കം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ റെക്കോർഡോടുകൂടി ഇൻഷാ അല്ലാഹ് അതിന്റെ നേരായ വിഷയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ അത് പറയുകയും ചെയ്തു. എവിടെയും പറയാനും റെഡിയാണ്. പവൻ ചന്ദ്ര ഷെട്ടി പറഞ്ഞു, ഞാൻ നാസർ മൈദനിക്ക് ജാമ്യം എടുത്തു കൊടുത്ത വക്കീലാണ്. ഞാനൊരു സ്വതന്ത്ര സേനാനിയുടെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വേറെയാണ്, ഞാൻ എന്ത് വാദിച്ചു എന്നുള്ളതാണ് വിഷയം. ഞാൻ ദേശദ്രോഹം അല്ലെങ്കിൽ അവർ തീവ്രവാദത്തിന്റെ വിഷയം ഞാനൊന്നും വാദിച്ചിട്ടില്ല, അത് എവിടെയും പറയാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നല്ലോ, ഒരുപാട് ഇത് കട്ടിംഗ് ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു.
AP ഉസ്താദിനെയോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതൊരു മഹല്ലത്തിലെ ഒരു വക്കീലിനെ മാത്രം പ്രതിപാദിച്ചിട്ടാണ് പറഞ്ഞത്. പവൻ ചന്ദ്ര ഷെട്ടി എന്ന് പറയുന്ന ഹൈക്കോടതി ലായറെ പ്രതിപാദിച്ചിട്ടാണ് ആ കട്ടിംഗ് വന്നത്. അതിൽ ഉസ്താദിനെയോ അല്ലെങ്കിൽ സംഘടനയോ SSFനെയോ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. കള്ളത്തരാണ്. മലയാള പത്രത്തിൽ വന്നത് തികച്ചും 100% കളവുകളാണത്. അപ്പോൾ പവൻ ചന്ദ്ര ഷെട്ടി അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വക്കീലിനെ വിളിക്കുക, എവിടെയും വരാൻ റെഡിയാണെന്ന്. അപ്പൊ ഞാനിത് ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണല്ലോ, മദ്രസയിൽ ഒരു തീവ്രവാദം നടക്കുക, അതിപ്പോ നമ്മുടെ സംഘടനാ പ്രശ്നമല്ലല്ലോ, അതിനേക്കാൾ വലുതാണല്ലോ, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾ വളരെയേറെ ഉത്തരവാദിത്തത്തോടുകൂടെ അവരെ വക്കീലിനെ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ വഖഫ് ബോർഡിൽ ഒരുപാട് ഓർഡറുകൾ ഞങ്ങൾ ചെയ്യും, അതേപോലെ തന്നെ അപ്രൂവൽ കൊടുക്കും, അതിനെതിരെ ചില ആളുകൾ കോടതി പോവും, വക്കീലിനെ പിടിക്കും, ഏത് വക്കീലാണ്, ഏത് കോടതിയാണ്, അത് ട്രിബ്യൂണലാണോ അല്ലെങ്കിൽ ഹൈക്കോടതിയാണോ, ഞാനൊന്നും ശ്രദ്ധിക്കാറുമില്ല. ആ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ചേളാരിക്കാർക്ക് അവരെ ധാരണ ഷാഫി സൈദി മാത്രമേ ഉള്ളൂ. 11 ഡയറക്ടർമാരുള്ള കർണാടകയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒരു വഖഫ് സ്വത്തുള്ള ഒരു ഉത്തരവാദപ്പെട്ട ഒരു ബോർഡാണ് കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡ്. അതിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഇവർ തുടങ്ങിയതാണ്. അന്ന് BJP ഗവൺമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റിനോട് പറയുന്നു ഷാഫി സൈദി BJP ആണ് എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം ഇപ്പൊ ഒന്നും കഴിയുന്നില്ല, എവിടെയും വിജയിച്ചില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുപ്രചരണങ്ങളാണ് അയച്ചുവിടുന്നത്. അവരുടെ പ്രവർത്തനം ഇത് മാത്രമേ ഉള്ളൂ. അവരെ കർണാടക എന്ന് പറഞ്ഞാൽ മംഗലാപുരാണ്, ഞങ്ങളെ കർണാടക എന്ന് പറഞ്ഞാൽ കർണാടകയിലെ 30 ജില്ലയും ഏകദേശം 85 ലക്ഷം മുസ്ലിമീങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ് സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ ആ കർണാടക യാത്രയോടുകൂടെ കർണാടക ഫത്ഹാക്കിയതിന്റെ ഏറ്റവും വലിയ അസൂയാണ് ഇവർ. ഇതൊക്കെ ഈ കുപ്രചരണത്തിന് ഏറ്റവും വലിയ കാരണം ഇവർക്ക് ഇതുവരെ ഉറുദുവിൽ ഹനഫികളെ പിടിക്കുന്നത് പോലെ ഉറുദുവിൽ സംസാരിക്കാൻ പോലും അറിയണ്ടേ. ഇന്നലെ കർണാടകയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സലീം സയ്യദ് അദോനി എന്ന ഒരു IAS ഓഫീസറുകാരൻ ഈ കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 2 വിഭാഗത്തിന്, ചേളാരി വിഭാഗത്തിന് AP വിഭാഗത്തിന്റെയും 2 ആളുകളെ 5 ആളുകളെ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ വളരെ സുന്ദരമായി അവിടെ നമ്മുടെ പുസ്തകങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ സൈക്കോളജിക്കലായ വിഷയങ്ങളൊക്കെ അവിടെ പറഞ്ഞപ്പോൾ അവിടെയുള്ള 2-3 IAS ഓഫീസർമാരും KS ഓഫീസർ അടക്കം അന്തം വിടുകയാണ് ചെയ്തത്. ഇവർ വാദത്തിനെ ഗണ്ണിക്കുന്നത് പോട്ടെ, അതിനെതിരെ ഒന്ന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല ആ 5 ആളുകൾക്ക്. നന്ദി ഷാഫി സൈദി വിശദാംശങ്ങൾ നൽകിയതിന്. കർണാടകയിൽ നടക്കുന്ന സംഭവങ്ങൾ വ്യാജമായി കേരളത്തിലെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്താൽ പിടികൂടില്ല എന്ന മോഹമാവാം ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ നൽകാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഇംഗ്ലീഷ് അറിയാവുന്ന ചേളാരി സുപ്രഭാതത്തിന്റെ പത്രാധിപർ KMS ന്യൂസ് പുറത്തുവിട്ട റിട്ട് അപ്പീൽ കോപ്പി പരിശോധിച്ച് വക്കീലിന്റെ വാദം എന്തായിരുന്നുവെന്ന സത്യം ബോധ്യപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.